അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ ഒരു ചെറിയൊരു മാരത്തോൺ പോലത്തെ ഒരുപാട് ഐറ്റംസ് ഒന്നിച്ചുണ്ടാക്കുന്നൊരു പരിപാടി. ഓർഡർ കിട്ടിയപ്പോൾ താമസിച്ചു. 2.5 മണിക്കൂറും കൊണ്ട് ഒരു 8-9 ഐറ്റംസ് റെഡിയാക്കാൻ പറ്റുമോക്കാന്ന് മാനേജർ ഒന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലോടുള്ള നമ്മൾ പിടിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് പരിപാടി തുടങ്ങിയേക്കാന്ന് വെച്ചു. പരിപാടി തുടങ്ങി പകുതി കഴിഞ്ഞേ പിന്നെ കേട്ടോ വീഡിയോ എടുക്കണമായിരുന്നു തന്നെ ആലോചിച്ചേ. ഐറ്റംസിൻ്റെ ലിസ്റ്റായിട്ടേ കാണുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ബോയിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പച്ചക്കറിയും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അതിന് വേണ്ടുന്ന തക്കാളിയും സവാളയും സാധനങ്ങളൊക്കെ കൊടിവരാന്ന് കൊത്തി അരിഞ്ഞ് മാറ്റിയും വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചു. ഗോബി 65 വേണ്ടിയുള്ള സാധനങ്ങൾ മസാലയായിട്ട് മാറ്റി വെച്ചു. ചിക്കനാണെങ്കിൽ ഞാനവിടെ കറിക്കുള്ളത് മാറ്റി വെച്ചേക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മുമ്പ് തന്നെ ചെയ്ത വേറെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സവാളയും തക്കാളിയും സാധനങ്ങളൊക്കെ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ച് വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിരുന്നു. മസാല ഉണ്ടാക്കാൻ എളുപ്പത്തിനുള്ള പണിയായിട്ട്. അതൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്കും ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ കറിക്കുള്ള പരിപാടി ഒരു സൈഡിൽ തുടങ്ങിയിട്ട് അതിനിടയിൽ ചിക്കൻ റോസ്റ്റിന് വേണ്ടി ചിക്കൻ വറുക്കാനുള്ള പരിപാടി അടുപ്പത്തെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി വന്നേക്കുന്ന 65 മസാല വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങാത്ര ഉള്ളവരെ കാണുന്നത് ഇതിനിടെയുള്ള ഈ മാതിരിയുള്ള ഇത്രയും വലിയ വണ്ടിപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടാണ് ചോദിക്കൊന്നും വേണ്ട. നമ്മുടെ മുതലാളി പറഞ്ഞേക്കണ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും വേണ്ട, ഫസ്റ്റ് ക്വാളിറ്റി സാധനം കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് അരിച്ച് വെച്ചാൽ എങ്ങനെയാണ്. അതിനിടയിൽ റോസ്റ്റിനുള്ള ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് ചീഞ്ചട്ടി എടുത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് സവാളയും മറ്റേ വേവിച്ച് ചേർത്ത് സവാളയും സാധനങ്ങളും ഇട്ട് ഇളക്കി മസാല ഇട്ട് അരിഞ്ഞു ചേർന്ന് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കണം. രംഗാട്ടേ കാണുന്നത് ചിക്കൻ ഇറങ്ങൊക്കെ ഒന്ന് കാണിച്ചു തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റക്കൈ കൊണ്ട് മൊബൈലും കൈ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയുള്ള ഇതെല്ലാം കൂടെ കാണിക്കണമെന്ന് ഓർത്തിട്ടാണ് അത് കാണിക്കാറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പുഴുങ്ങി വെച്ചേർന്ന മുട്ടയും തൊണ്ടുകൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റോസ്റ്റിനുള്ള ചിക്കനും ഇട്ട് മസാലയൊക്കെ പറ്റി പച്ചവെളിച്ചെണ്ണയും വെച്ച് തട്ടിപ്പൊത്തി സെറ്റാക്കി നമ്മുടെ കാസറോളിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ചീഞ്ചട്ടീനെ ഇപ്പോൾ കാണിച്ച ആദ്യം പിടിച്ചൊരു എയർ എടുത്ത് സിങ്കിലേക്ക് എടുത്തിട്ട് വീണ്ടും കഴുകി പോയി ആ ചീഞ്ചട്ടീനെ തന്നെ വീണ്ടും കയറ്റി അടുപ്പത്തേക്ക് വെച്ചുട്ടാ. അടുപ്പത്തേക്ക് വെച്ച് വെള്ളമൊക്കെ വറ്റി എണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കറിവേപ്പിലയും കൂടെ വരെയും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ വേവിച്ച് വെച്ചാണ് തക്കാളിയും സവാളയും കൂടെ വേവിച്ച് വെച്ചേണയും കൂടി ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരുമ്പോഴത്തേക്ക് അരച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് അരച്ചിരുന്ന് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് ചിക്കൻ കറിയിലേക്ക് ഇട്ട് 4 ഇളക്കുകളൊക്കെ തട്ടിപ്പൊത്തി അവിടെ വെച്ചു. കറി അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്നിച്ചടിച്ച പേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഉണ്ടാക്കിയത് ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറി കേട്ടോ. ചിക്കൻ കറി സെറ്റായി വന്നപ്പോഴത്തേക്കും കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് മല്ലിയിലയും വാരി അതിൻ്റെ മോളിക്കോടെ തൂക്കി ചിക്കൻ കറി ഒഴിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി അടുത്തടുപ്പത്തേക്ക് അടുത്ത സാധനം വെച്ചു. അപ്പോഴത്തേക്കും മുട്ടക്കറിക്ക് വേണ്ടുന്ന മുട്ടയ്ക്കുള്ള സവാളയും മസാല എടുക്കുന്നത് കുറച്ച് പച്ചവെളിച്ചും കൂടെ പച്ച വെളിച്ചെണ്ണയെന്നല്ല കേട്ടോ, പച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നാക്ക് കൊടുക്കണ്ടല്ലോ ഉള്ളൂ. എന്നാന്ന് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയില്ല. ചൂടുവെള്ളത്തിൽ കിടന്ന് വെന്ത് വഴിച്ച് ഇടങ്ങാറായി കിടന്ന മുട്ടേനെ പിടിച്ച് തൊലി വരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ മുട്ടേനെ പിടിച്ച് തലങ്കം വലിഞ്ഞ് 4 വരയും വരഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് എങ്ങോട്ടേക്ക് കാണണേ ബോയിൽ ചെയ്ത് വെച്ചേക്കണുണ്ട്. ഇപ്പോൾ 5 മുട്ടയുണ്ടായിരുന്നു, നന്നാക്കി തൊണ്ട് കളഞ്ഞ് ഇപ്പോൾ 4 മുട്ടയാണല്ലോ കാണുന്നുള്ളൂ. ഇത് എന്നോട് ഉള്ള ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഒരു മുട്ട ആശാൻ്റെ വയറ്റിൽ പോയി. അങ്ങനെ മുട്ടക്കറിക്കുള്ള മസാല അരപ്പൊക്കെ കിടന്ന് തിളച്ച് റെഡിയായി സെറ്റായി വന്നപ്പോഴത്തേക്കും മുട്ടേനെ പിടിച്ച് വരഞ്ഞിട്ടാണ് മുട്ടേനെ പിടിച്ച് ഇഞ്ചിട്ടിലേക്ക് ഒരു തള്ളം വെച്ച് കൊടുത്ത് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ വെച്ചു. 4 ഇളക്ക് കളിക്ക് ഒന്ന് തിളച്ചും വന്ന് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മുട്ടക്കറിയും സെറ്റാക്കണം. എങ്ങോട്ടായി കാണുന്നത് ഐറ്റംസ് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കോട്ടോ. ഞാൻ ലിസ്റ്റ് കാണിച്ചെന്ന് പോസ്റ്റ് ചെയ്ത് കാണിക്കാനും പറ്റിയില്ല. 9 ഐറ്റം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സലാഡ് പപ്പടം എല്ലാം കൂടെ കൂടി വന്നപ്പോഴത്തേക്കും ഐറ്റം 11 കയറി ഇറങ്ങും. അങ്ങനെ മുട്ടക്കറി മാറ്റി വെച്ച് വീണ്ടും ആ ചീഞ്ചട്ടീനെ പിടിച്ച് സിങ്കിലേക്ക് ഇട്ട് ഒരു ചിറ്റിച്ചും തിരിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ട് അടുത്ത വെജിറ്റബിളറിക്കുള്ള പരിപാടിക്ക് വേണ്ടിയുള്ള പരിപാടിയായിട്ടേ കാണുന്നത്. വെജിറ്റബിളറിക്ക് വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ചിട്ട് വെജിറ്റബിളറിക്ക് നമ്മൾ വെളിച്ചെണ്ണ അല്ലാട്ട് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. കൊത്തി അരിഞ്ഞ് ചേർന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും സാധനങ്ങളെല്ലാം കൂടെ കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ട് അതൊന്ന് വറന്ന് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് സവാളയും കൊത്തി അരിഞ്ഞ് സവാള ഇട്ടു. അത്യാവശ്യം വേണ്ട മസാലയും സാധനങ്ങളിട്ട് ഒരു വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താണ് രംഗാട്ടായി കാണുന്നത്. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ബോയിൽ ചെയ്ത് വെച്ചിരുന്ന് ഞാൻ വെജിറ്റബിളും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലല്ലാട്ടോ ആദ്യം വെച്ചാൽ നമ്മൾ മറന്നുപോയതാ, പറഞ്ഞത് മാറിപ്പോയി. ആദ്യം അയച്ചത് അണ്ടിപ്പരിപ്പ് അരച്ചു വരുന്നില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് അരച്ച് ചേർന്ന് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചു വന്നപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിവിടെ തേങ്ങാപ്പാൽ കലക്കിയതാട്ടോ പിന്നെ രണ്ടാമത് വെച്ചത്. ഈ തേങ്ങാപ്പാൽ കലക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട, ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടി മേടിച്ചിട്ട് മിക്സ് ചെയ്യുവാണ്. നമ്മുടെ തേങ്ങ അരച്ച് പിഴിഞ്ഞ് പാലെടുത്ത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ചൂടാക്കുമ്പോൾ പിരിഞ്ഞു പോയാലൊന്ന് മേടിച്ചിട്ട് വെജിറ്റബിളിൽ നിന്ന് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ എണ്ണയ്ക്കാണ് പറയണം, കുറച്ച് സവാളയും മറ്റേ പച്ചമുളകും ബാക്കിയുള്ള സ്പൈസസും എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് വാണ്ടി വന്നപ്പോഴത്തേക്കും ഇതെന്നോടുള്ള പാലാണ് കുക്കറിലേക്ക് ഒഴിക്കണമെന്ന് ചിന്തിക്കേണ്ട. നെയ്ച്ചോറിന് ഒഴിക്കാൻ വേണ്ടി നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ച മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമായിട്ട് ഒഴിച്ച് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്.
അതെല്ലാം കൂടെ കൂടി തിളച്ച് കുറുക്കി സെറ്റായി വന്നപ്പോഴത്തേക്കും നമുക്ക് നെയ്ച്ചോറിലേക്ക് ആവശ്യമായ നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ 5 ചോറിനുള്ള അരി അട്ടി അടുപ്പത്തേക്ക് ഇടണേ, 5 പേർക്ക് കഴിക്കാനുള്ള ചോറ്. അതുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുത്തി സെറ്റായി ആവുന്ന തിള കയറി വന്നപ്പോഴത്തേക്കും നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ അടച്ചു വെച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ വിസിൽ വന്ന അവിടെ തന്നെ നമ്മൾ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പത്തും നമ്മൾ സാധനങ്ങൾ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത 65 പൊരിക്കാനുള്ള പരിപാടി വന്നു തുടങ്ങി. 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ 65 അല്ല കേട്ടോ, നമ്മുടെ ഗോബി 65 പൊരിക്കാൻ വേണ്ടി ചീഞ്ഞിട്ടിയും കയറ്റി വെച്ച് അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചപ്പോൾ ഗോബി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റോട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ തുറന്ന് കുക്കറിലെ ചോറ് പൊട്ടിക്കണ രംഗാട്ടേക്കാണ്. ആഹാ, അല്ല അടിപൊളിയായിട്ട് ഒരു ചോറ് തൊടാത്ത രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആശാ അൽഹംദുലില്ലാ എന്ന് പറയാം. അങ്ങനെ കുക്കറിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ചോറിനെ പിടിച്ച് കാസ്ട്രോളിൻ്റെ പാത്രത്തിലേക്ക് ഒരു തട്ടും തട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന രംഗാണിത്. ഐറ്റംസിൻ്റെ എണ്ണം പിന്നെയും പറയാൻ മറന്നു പോകുന്നുണ്ട്, പല ഐറ്റംസും കിട്ടും പോകുന്നുണ്ട്. എന്തൊക്കെയാ പറയുക, എന്നൊക്കെയാണ് കാണിക്കുന്നത്, ഒരെത്തുമ്പടിയും കിട്ടാത്ത പരിപാടി. ആ സമയം കൊണ്ട് എണ്ണയെ കിടന്ന് പൊരിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ട് നല്ല കരമുരായിട്ട് വന്നു കഴിഞ്ഞാൽ ഗോബി 65 ആയിട്ടായി പൊരിച്ച് കുറഞ്ഞ് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും വേറെ രണ്ടാമത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണിക്കാനും പറയാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ ഗോബി പൊരിച്ച് കഴിഞ്ഞ് അത് എണ്ണ വാലാൻ വേണ്ടി സ്ട്രെയിനറിലേക്ക് ഇട്ട് എല്ലാം കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതും കാസ്ട്രോളിൻ്റെ പാത്രത്തിലേക്ക് അടച്ചു കൂട്ടി മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് ഇനി ചിക്കൻ 65 പൊരിക്കണമല്ലോ പടച്ചോണം. 65-നുള്ള എണ്ണ അതേ എണ്ണയിലേക്ക് തന്നെ 65-ഉം കൂടെ പൊരിച്ചേക്കാന്ന് വെച്ച് 65-നുള്ള എണ്ണയും ചിക്കനും കൂടെ കൂടി അടുപ്പത്തേക്ക് ഇട്ട് വെച്ചാണ് രംഗാട്ടത്. അപ്പോഴാണ് ഓർക്കണേ ചപ്പാത്തി വേണമല്ലോ എന്ന്. ചപ്പാത്തി ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് അവിടെ ഉള്ള ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കൂലെന്നും പറഞ്ഞ് ചപ്പാത്തി ഒന്നേന്നും പറഞ്ഞ് ഫ്രൈ പാനിലേക്ക് ഇട്ട് തെറിക്കേണ്ട. അതങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ട് പൊങ്ങി വന്ന കണ്ട. അങ്ങനെ ഒന്നാമത്തെ ചപ്പാത്തിയിൽ നിന്ന് പിന്നെ അവസാനത്തെ ചപ്പാത്തിയിലായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണണേ, ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വന്ന വരവ് കണ്ട അങ്ങടെ പുള്ളേ. ഓ എന്താ രസം. അങ്ങനെ ചപ്പാത്തി പരിപാടിയും കഴിഞ്ഞു. അത് കണ്ടോ, ചപ്പാത്തി ഒന്നേന്ന് തുടങ്ങിയിട്ട് അവസാനത്തെ ചപ്പാത്തിയെ കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 65-ൻ്റെ പരിപാടി ഇവിടെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വറക്കണത് എണ്ണ വാഴ്ന്നു കഴിഞ്ഞിട്ട് നേരെ കാസ്ട്രോളിൻ്റെ പാത്രത്തിലേക്ക് ഇടുക. പരിപാടികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് നോക്കി ഇപ്പോൾ ഉണ്ടാ നമ്മുടെ സലാഡിനുള്ള സവാളും തക്കാളിയും പച്ചോളം അവിടെ ഇരിക്കണം. പിന്നെ അത് കൊത്തിയരിഞ്ഞ് സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് റാപ്പ് ചെയ്ത് മാറ്റി വെച്ചു, പാത്രങ്ങളിലാക്കി എല്ലാം മാറ്റി കൊടുന്ന് വച്ചേക്കണ രംഗാട്ടേക്കാണ്. എല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് കയറി നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ വെടിക്കെട്ട് കഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ സിങ്ക് നിറച്ച പാത്രവും കിച്ചൺ മൊത്തം അലമ്പായിട്ടും കിടക്കുന്ന കിടപ്പ്. ഈ പടച്ചോനെ ഇത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ, ഇത് എപ്പോൾ തീരും റബ്ബേ എന്നുള്ള ചിന്തയിലിരിക്കുന്ന ഇരിപ്പാട്ടായി കാണുന്നത്. കാര്യം എന്തൊക്കെയാണെങ്കിലും നെടുവേർപ്പിട്ട് ഇരുന്നെങ്കിലും ഞാനൊന്നും നോക്കിയില്ല. ആദ്യം തന്നെ 2 ചപ്പാത്തിയും 2 ചിക്കൻ്റെ പീസും പൊരിച്ച് ഇച്ചിരി വെജിറ്റബിളറിയും കൂടെ കൂടി ഇരുന്ന് ഒരു കഴിക്കലും കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ കിച്ചൺ ക്ലീൻ ചെയ്തോളൂ. നാളത്തേക്ക് വേണ്ടുന്ന ഗ്രീൻ പീസും വെള്ളത്തിലിട്ടൊരു കിച്ചണും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രങ്ങളും അടക്കി വെച്ച് ഒരു ചന്ദനത്തിനെയും കത്തിച്ച് വെച്ചുകൊണ്ട് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ രംഗാട്ടത്. എന്തായാലും അൽഹംദുലില്ലാ 9 മണിക്ക് സാധനം വേണമെന്ന് പറഞ്ഞെങ്കിലും 9:05 ആയപ്പോഴത്തേക്കും സാധനങ്ങൾ സെർവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും